നവീകരണ പ്രവൃത്തിക്കായി അടച്ചിട്ട തലശ്ശേരി ലോഗൻസ് റോഡിന്റെ ആദ്യ റീച്ച് തുറന്നു. ട്രാഫിക് പോലീസ് സ്റ്റേഷൻ മുതൽ NCC റോഡ് വരെയുള്ള ഭാഗമാണ് ആദ്യഘട്ടത്തിൽ തുറന്നത്. നിലവിൽ ചെറുവാഹനങ്ങൾക്ക് മാത്രമാണ് പ്രവേശനം. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റിൽ 6.4 കോടി രൂപ ചെലവിൽ നവീകരണ പ്രവൃത്തി നടക്കുന്ന ലോഗൻസ് റോഡിൽ കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തിയാക്കിയ ആദ്യ റീച്ച് യാത്രക്കാർക്കായി തുറന്നുകൊടുത്തു. വെള്ളിയാഴ്ച രാത്രിയോടെയാണ് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ മുതൽ NCC റോഡ് വരെയുള്ള ഭാഗം തുറന്നുകൊടുത്തത്. ചെറുവാഹനങ്ങളെ മാത്രമാണ് നിലവിൽ ഇതുവഴി കടത്തിവിടുന്നത്. അതേസമയം റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള നടപ്പാതയുടെയും മറ്റും പ്രവൃത്തി പുരോഗമിച്ചു വരികയാണ്. റോഡിന്റെ ആദ്യ റീച്ച് തുറന്നുകൊടുത്തതോടെ വ്യാപാരികളും ഏറെ ആശ്വാസത്തിലാണ്. റോഡിപ്പോ വന്നത് തന്നെ നല്ല റോഡാണ്, അത്യാവശ്യം നല്ല റോഡാണ്. ആദ്യത്തിനെക്കാട്ടും കൂടുതൽ മെച്ചപ്പെട്ട റോഡാണ്. ഇപ്പോൾ ഇന്ന് മുതൽ റോഡ് ഓപ്പൺ ആയിട്ടുണ്ട്. വണ്ടിയെല്ലാം അങ്ങനെ ബ്ലോക്കും കാര്യമെല്ലാം ചെറുതായിട്ടുണ്ട്. വ്യാപാരികളെ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ളൂ, ഒന്നും പറയാനായിട്ടില്ല. അത് ഇന്ന് മുതൽ നമുക്ക് കണ്ടറിയാം ഇങ്ങനെ സംഭവിക്കുന്നത്. കുറച്ച് ഹൈറ്റ് ആയി പോയി, മുമ്പത്തേക്കാട്ടിൽ കുറച്ച് ഹൈറ്റ് വികസനമാണെന്ന് അപ്പം നമുക്ക് എതിര് പറയാൻ കഴിയില്ല. എങ്കിലും കുറച്ച് ഹൈറ്റ് ആയി പോയി. പിന്നെ സൈഡൊക്കെ കുറച്ച് പോലെ ആയി. ഓജാൽ പോയി വെള്ളം കയറാൻ ചാൻസ് കൂടുതൽ. മുമ്പ് ഇതുവരെ വെള്ളം കയറിയിട്ടില്ല, ലോൺസോന്ന് വെള്ളം കയറില്ല. ഇപ്പം ചാൻസ് ഉണ്ട്, വെള്ളം കയറാൻ ചാൻസ്. നല്ല വെള്ളം കുത്തി വയ്ക്കുന്ന മഴ പെയ്യുമ്പോൾ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. ഈ സൈഡൊക്കെ ഫിറ്റ് എങ്ങനെയാണ് അവർ ഇന്റർലോക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ അതിനുള്ള സംവിധാനം ചെയ്തെന്ന് പറഞ്ഞു. മുകുന്ദമല്ലർ ജംഗ്ഷൻ വരെയുള്ള രണ്ടാം ഘട്ട പ്രവൃത്തിയും ഉടൻ പൂർത്തിയാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. മൂന്നാം ഘട്ടത്തിലാണ് മുകുന്ദ് ജംഗ്ഷൻ മുതൽ നാരങ്ങാപ്പുറം മണവാട്ടി ജംഗ്ഷൻ വരെയുള്ള ഭാഗം കോൺക്രീറ്റ് ചെയ്യുന്നത്. റോഡ് നവീകരിക്കുന്നതിനൊപ്പം ഓവുചാലും പുതുക്കി പണിയുന്നുണ്ട്. റോഡരികിലെ കുടിവെള്ള പൈപ്പും മാറ്റി സ്ഥാപിച്ചു. റോഡിലേക്ക് തള്ളി നിൽക്കുന്ന വൈദ്യുതി തൂണുകളും പ്രവൃത്തിയുടെ ഭാഗമായി മാറ്റിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.